ഹലോ ഗൈസ്, അപ്പൊ ക്രിസ്മസ് ആയിട്ട് നമ്മൾ കേക്ക് വാങ്ങണം. അതിനു മുൻപ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ കൂടാണ്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇനി നമുക്ക് കേക്ക് വാങ്ങാം. അപ്പൊ കേക്ക് വാങ്ങാനായിട്ട് പോവാം. ഓക്കെ, അങ്ങനെ കേക്കൊക്കെ മേടിച്ച് എത്തിയിട്ടുണ്ട്. ക്രിസ്മസിന് കേക്കില്ലാതെ എന്താഘോഷം. അപ്പൊ കേക്കൊക്കെ എത്തി. ഇനി നമുക്ക് കേക്കുകളൊക്കെ കുറച്ച് സ്ഥലങ്ങളിൽ കൊടുക്കാനുണ്ട്. അപ്പൊ കേക്ക് വാങ്ങി കൊടുത്ത കേക്ക് നമുക്ക് കുറച്ച് സ്ഥലത്തേക്ക് ഇന്ന് കൊടുക്കണം, ബാക്കി കുറച്ച് സ്ഥലത്തേക്ക് നാളെ കൊടുക്കണം. അപ്പൊ നാളെ കൊടുക്കാനുള്ളത് നമുക്ക് നാളെ വാങ്ങിക്കാം. ഇന്ന് നമുക്ക് നേരമില്ല, കുറച്ച് സ്ഥലത്തേക്ക് പോകാനുണ്ട്. അപ്പൊ സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് കേക്കുകൾ മേടിച്ച് കുറച്ച് സ്ഥലത്തേക്ക് കൊടുക്കാം, ബാക്കി നാളെ കൊടുക്കാം. അപ്പോ കേക്ക് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം. ഇതൊക്കെയാണ് കേക്ക് വാങ്ങിയ കേക്കുകള്. അപ്പൊ കേക്കൊക്കെ ഇപ്പൊ നമുക്ക് സ്വപ്നയുടെ കേക്ക് നോക്കിയത്. അപ്പൊ സ്വപ്നയുടെ കേക്ക് ഫുള്ള് കിട്ടിയില്ല. ഇവിടെ പരിഹാരത്ത് തന്നെ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ് സ്വപ്ന. സ്വപ്നയുടെ നമുക്ക് 4 കിട്ടിയിട്ടുള്ളൂ. പിന്നെ അവരുടെ തന്നെ ചെറുത് കിട്ടി. പിന്നെ ഒരു ലൈറ്റിന് വാങ്ങി. ഇനിയിപ്പോ നാളെ അവർ വരുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ നമുക്ക് ബാക്കിയുള്ള വാങ്ങും. അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ ഇതൊക്കെ നമുക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മ അങ്ങനെ പള്ളിയിലേക്ക് വന്നിരിക്കുകയാണ്. പള്ളിയിൽ കുർബാനയ്ക്ക് വന്നിരിക്കുകയാണ്. പാതിര കുർബാനയ്ക്ക് ഏകദേശം സമയം 9:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 12 മണിക്കാണ് കുർബാന. പക്ഷെ അതിന് മുൻപ് നമ്മൾ 9:30 ആയപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ ആർട്ടിഫിഷ്യൽസ് പള്ളിയിലുണ്ട്. അപ്പം അതിന് സ്റ്റേജൊക്കെ സെറ്റായിട്ടുണ്ട്. സ്റ്റേജ് മാത്രമല്ല, വേറൊരാളെ കൂടി സെറ്റായിട്ടുണ്ട്. ആള് ലീതു സെറ്റാണ്. ലീതു ഫുൾ കോസ്റ്റ്യൂമൊക്കെയാണ്. ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രോഗ്രാം ഉണ്ട്. ലീതുവിന് ഡാൻസ്, ആദ്യം ഡാൻസ് അല്ലേ? യെസ്, അതിന് ഡാൻസ് ഉണ്ട്, അല്ലിന് ഡാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അവിടെ പഴയ സ്റ്റേജ് സെറ്റായിട്ട് ആൾക്കാർ എത്തിയിട്ടില്ല. ഇത് കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്യാൻ പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് ഇതിന്റെ പിക്ചേഴ്സ്, ഇതിന്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ ഒന്ന് കാണാം. നമുക്ക് പള്ളിയിലത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ്. ഇത് പോവാണ്.
ആരംഭിക്കുകയായി. ഹാപ്പി ക്രിസ്മസ്. ഭയങ്കര വിഷമം പള്ളിയിൽ വന്നിട്ട് കുർബാന തുടങ്ങിയിട്ടില്ല. പക്ഷേ എന്താ വലിയ വിഷമത്തിന് കാരണം പറയും എന്ത് കാരണം എന്താ? യെസ് അല്ലൊരു പല്ല് പറഞ്ഞ കാല് കൊണ്ടേ കള്ളം കൊണ്ടേ ചേടാ കുഴപ്പമില്ലല്ലോ, നമുക്ക് വേറെ പല്ല് വലിയ പല്ല് വരും കേട്ടോ. അല്ലു ഡോണ്ട് പറയും. അങ്ങനെ പള്ളിയിലെ കുർബാനൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കിടക്കാനുള്ള പരിപാടിയാണ്. പക്ഷെ അല്ലു ലേറ്റ് ഇടല്ലോ, ലേറ്റ് അത് ലേറ്റ് ഇട്. സാധാരണ ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് സാധാരണ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആണ്. കാരണം സാറിന്റെ ഗിഫ്റ്റ് വെക്കുന്ന പറയണേ. വെച്ചിട്ടുണ്ടോ സാറിന്റെ? ദൈവമേ ഗിഫ്റ്റ് കിട്ടിയാ? അതെങ്ങനെ നിന്റെ അവിടെ നിനക്കറിയോ അതൊരു സാറിന്റെ വെച്ചേടേന്ന്? ഇങ്ങോട്ട് സാറിനോട് പ്രാർത്ഥിച്ച് ഗിഫ്റ്റ് തന്നെ കിട്ടിയാണോ നോക്കിയേ. സാധാരണ പള്ളിയിൽ പോയിട്ട് വരുമ്പോ എല്ലാ പാതിര കുർബാനയ്ക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടും അല്ലേ? ഈ പ്രാവശ്യം എന്തൊരു ഗിഫ്റ്റ് നോക്കിയേ. ഇരുന്നിട്ടൊക്കെ തുറക്ക്. താഴത്തെ എന്തെങ്കിലും പൊട്ടിപ്പോണ സാധനങ്ങളാണെങ്കിലോ, നമുക്ക് അറിയാത്ത സാധനമാണെങ്കിൽ അത് പ്രാർത്ഥിച്ച് നിങ്ങൾ എന്നിട്ടായിരുന്നു എന്ത് ഗിഫ്റ്റ് വേണ്ടി പ്രാർത്ഥിച്ചേ? കൊറേ കവറുണ്ടോ? ഇങ്ങോട്ട് നോക്കി പൊട്ടിക്ക്, ഇങ്ങോട്ട് നോക്കി പൊട്ടിക്ക്. 50 അതിന്റെ ഗിഫ്റ്റ് ആയിരുന്നു. സാറിനോട് അങ്ങനെ പറഞ്ഞേ. ആ കൊച്ചു തുറക്കട്ടെ. അകത്ത് കയറി തുറക്കാം. കട്ട് അകത്ത് കയറി അകത്ത് കയറി അകത്ത് കയറുന്നേ. അകത്ത് കയറ് തുറക്ക. അകത്ത് കയറിയ സാറിന്റെ ഗിഫ്റ്റ് നോട്ടെ. അകത്ത് കയറി പൊട്ടിക്ക്. ചെയറാ ദൈവം എന്തിട്ട് ഗിഫ്റ്റ് കൊണ്ടേക്കണ സാൻഡോ? ഇഷ്ടപ്പെട്ട സാൻഡോ ഗിഫ്റ്റ്? സാൻഡോ അശ്വട കുടിക്കില്ല. എങ്ങനെയുണ്ട് ഗിഫ്റ്റ്? സൂപ്പറായ ഗിഫ്റ്റ്? സൂപ്പറായ സൂപ്പർ ഗിഫ്റ്റ് ആയ? അതും ഇഷ്ടപ്പെട്ടോ? അത് പറയേ. അത് ഗിഫ്റ്റ് എങ്ങനെ പറഞ്ഞ നോട്ടെ. എനിക്കറിയില്ല. സാൻഡൽ തരണ തുറന്നു നോക്കിയിട്ടും കൂടിയില്ല. എന്നിട്ട് മിഠായി ആണെങ്കിലാ ഇതെങ്ങനെ? നല്ലൊരു ഗിഫ്റ്റ് ഇഷ്ടമായി പറഞ്ഞു പറ. അത് ഗിഫ്റ്റ് ഇഷ്ടമായ? എന്തൊരു സാധനം അത്? സൂപ്പർ സാധനം. നോക്കിയടാ, അടിപൊളി സാധനമുള്ള. അമ്പോ സൂപ്പർ. നമുക്ക് കടയിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ചാ എങ്ങനാ ഇഷ്ടമുള്ള സാധനം മേടിക്കാനുണ്ട്.
സാന്റ ഗിഫ്റ്റ് തന്നു. സാന്റ എന്ന് പറഞ്ഞതാണെങ്കിൽ സാന്ത ആണ് ഉദ്ദേശിച്ചത്. ശാന്തയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് സാന്ത അല്ലെ ശാന്ത എടി ആരാണ് ശാന്ത സാന്റ ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നു. ഞങ്ങൾ പള്ളിയിൽ പോയി വന്നപ്പോ ഞങ്ങൾക്ക് 3 ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടായി. ഗിഫ്റ്റ് എന്തായിരുന്നു അതെന്നും പ്രാർത്ഥിച്ചു നീക്ക്. അതെന്നും ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഗിഫ്റ്റ്. അതിനെന്നും പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് വേണം അല്ലേ. അതുപോലെ തന്നെ ഗിഫ്റ്റ് അത് ഹാപ്പിയായി. പക്ഷെ അല്ലു ഹാപ്പി ആയില്ല. അല്ലുവിന് ഗിഫ്റ്റ് കിട്ടിയിട്ട് അല്ലുവിന്റെ മോന്ന് ഏതാണ്ട് ഗൈസ്. അപ്പൊ ഞങ്ങളുടെ പാതിര കുർബാന കഴിഞ്ഞു. ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാ പരിപാടികളും അവസാനിക്കാൻ പോകുന്നു. പക്ഷെ അതിന് മുൻപ് ഒരു ചെറിയ പരിപാടി ഇവിടെ ഉണ്ട്. ആ പരിപാടിക്കുള്ള ഓട്ടമാണ് ഈ കാണുന്നത്. കണ്ടോ, ആ പരിപാടിക്കുള്ള ഓട്ടമാണ് ഈ കാണുന്നത്. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ക്രിസ്മസ് ആയിട്ട് നോമ്പായിരുന്നു. അപ്പൊ നോമ്പ് തീർക്കൽ ചടങ്ങാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ട, നോമ്പ് തീർക്കൽ ചടങ്ങ് നോമ്പായിരുന്നു ഇവിടെ. അപ്പൊ ആ നോമ്പ് എന്തെങ്കിലും ജസ്റ്റ് 1-2 കൂട്ടം കഴിച്ചിട്ട്, രാത്രിയാണല്ലോ കഴിക്കേണ്ട സമയമായിട്ടില്ല, അപ്പൊ ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് ഇന്ന് കിടക്കും. അതിനുശേഷം നാളെ വിശാലമായ നോമ്പ് കിട്ടും. അപ്പൊ അതുവരേക്കും ഗൈസ്. പക്ഷെ പണി കിട്ടി. നോമ്പ് തീർക്കാൻ പള്ളിയിൽ പോയിട്ട് വരുമ്പോ കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ച പാത്രത്തിലെ കഷ്ണം പിള്ളേര് കായാക്കി. അത് ആരും കണ്ടിട്ടുണ്ടായില്ല. പിള്ളേർക്ക് നോമ്പില്ല ഉണ്ടായിരുന്നില്ല. അപ്പൊ അവര് 2 പേരും അത് കഴിച്ച് പ്ലേറ്റ് അടച്ചു വെച്ചിട്ടാ പോയിരുന്നു. അപ്പൊ അതുകൊണ്ട് രാത്രി തന്നെ 2 പീസ് ഇട്ട് പറക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ നോമ്പ് വീട്ടിൽ ചടങ്ങ് അങ്ങനെ തുടങ്ങുകയാണ് ഗൈസ്. അതിന് നോമ്പൊന്നുണ്ടായില്ല. നേരത്തെ കഴിച്ചാ 8 വിസ് കഴിച്ചു, 5 വിസ് കഴിച്ചു. 5 ഓക്കെ ഗൈസ്. അപ്പൊ നമുക്ക് നാളെ കാണാം ഗൈസ്. അപ്പൊ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ഇത്തിരി നേരമായി എഴുന്നേറ്റിട്ട്. അപ്പോ പക്ഷെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. അപ്പോ ഇന്ന് അങ്ങനെ ക്രിസ്മസ് ആയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എന്തൊക്കെ പരിപാടികൾ? അല്ലോ ടൂറുണ്ട്. എവിടേക്ക് ടൂറ്? പിന്നെ മാജിക് ലാൻഡ് എക്സ്പോ, പിന്നെ ഇതൊക്കെ ഈ ഒരു ദിവസം കൊണ്ട് നിൽക്കും പോകണം അല്ലേ. അപ്പൊ ഇന്ന് ക്രിസ്മസ് ആയിട്ട് അങ്ങനെ ഒരുപാട് പരിപാടികളൊന്നുമില്ല. എറണാകുളത്ത് അങ്കിളിന്റെ വീട്ടിൽ പോകണം. പിന്നെ ഉച്ചയ്ക്ക് ആസ് യൂഷ്വൽ സാധാരണ എല്ലാ കൊല്ലം ചെയ്യുന്ന പോലെ സ്വന്തം വീട്ടിൽ. കാലത്ത് ഇവിടെ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പരിഹാരത്തേക്ക് പോകും. ഞങ്ങളുടെ സ്വന്തം വീട്ടിലോട്ട് പോകും. എന്തൊക്കെയോ പരിപാടി ചെയ്യണം. മുഖം കണ്ടിട്ട് ഒരു പരിപാടി ചെയ്തിട്ടില്ല. ഒരു തേങ്ങ ചിരണ്ടി തരാൻ പറഞ്ഞിട്ട് ഗൈസ് എന്ന് പറയാനായിട്ട് എഴുന്നേൽക്കണ്ടേ അല്ലോ. അപ്പൊ നമുക്ക് എന്തൊക്കെയോ പരിപാടി ചെയ്തിട്ട് അമ്മ ചിക്കനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് തേങ്ങ ചേരണം, തേങ്ങാപ്പാൽ ഒഴിക്കണം. പിന്നെ എന്ത് കറിയിട്ട് വറുത്തരച്ചേക്കണേ. അപ്പൊ ഗൈസ് നമുക്ക് തേങ്ങ ചേരണ്ടാം. ഓക്കെ. കൊച്ചെനിറ്റില്ല അതോ എനിക്കടാ. അതുകൊണ്ടാ എഴുന്നേൽക്ക്. വാ കുറെ പരിപാടി കൂടെ നിൽക്ക്. ചായ വന്നിട്ട് എനിക്കതെന്താ
മുത്തേ പപ്പയുടെ മുത്തല്ലേ വാ എഴുന്നേൽക്കടാ. നിങ്ങൾ ക്യാഷ് അങ്ങനെ സ്റ്റൂ റെഡി. ഇനിയിപ്പോൾ ബ്രെഡും സ്റ്റൂവും കൂടി കഴിച്ചിട്ട് നമുക്ക് അടുത്ത കലാപരിപാടിയിലേക്ക് ആരംഭിക്കാം. ഗായ്സ്, അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വയറ് ഫുള്ളായി. എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നായി. പക്ഷേ ഇന്ന് കുറച്ച് പരിപാടികളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ നമുക്ക് ആദ്യം അതിനു മുൻപ് നമുക്ക് ചിക്കൻ നേരത്തെ വറുത്ത് വെച്ചിട്ട് നമുക്കൊന്ന് കറിയാക്കണം. ചിക്കൻ കറിയാക്കിയിട്ട് നമുക്ക് വീട്ടിൽ പോകണം. അപ്പോൾ തറവാട്ടിലാണ് ലഞ്ച്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഞ്ച് തറവാട്ടിലും വൈകിട്ടത്തെ പ്രോഗ്രാം വേറൊരു വീട്ടിലാണ്. വേണ്ട വീട്ടിൽ. കുഞ്ഞമ്മയുടെ വീട്ടിലാണ് വൈകിട്ട്, അഞ്ചിന്റെ വീട്ടിലാണ് വൈകിട്ട്. അപ്പൊ അതിന് നമുക്ക് ഉച്ചയ്ക്ക് തറവാട്ടിൽ പോകണമെങ്കിൽ നമുക്ക് ചിക്കൻ ഒന്ന് റെഡി ആക്കിയിട്ട് ചിക്കനും കൊണ്ട് നമുക്ക് തറവാട്ടിൽ പോകാം. അപ്പൊ ഓക്കെ, ചിക്കൻ റെഡി ആക്കട്ടെ. Excuse me, കുട്ടി.
ഗായ്സ്, അപ്പൊ നമ്മുടെ ചിക്കൻ കറി സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കറിയൊക്കെ ആയിട്ട് പരിഹാരത്തേക്ക് തറവാട്ടിക്ക് പോവാണ്. ഓക്കെ, അപ്പൊ ലഞ്ചിന് വേണ്ടി ഞങ്ങൾ പോകുന്നു. വള്ളിതോ അടിപൊളി. എന്തോരത് ഗായ്സ്, അങ്ങനെ ഞങ്ങൾ എറണാകുളത്തെത്തി. വീട്ടിൽ നിന്ന് ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ വൈകുന്നേരം രാത്രിയായിട്ട് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ വന്ന് ഇപ്പം സമയം ഏകദേശം ഒരു 8 മണി ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും കുറേ ആൾക്കാർ ഇവിടെ ഇടാം. അപ്പം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. വാ, പിള്ളേർ നേരത്തെ കയറി ഓടി കയറി ആണ് അവരെ കാണാത്തേട്ടാ. അത് ഇതെന്ത് ശരിക്കും ബർത്ത്ഡേ ആണോ ക്രിസ്മസിൻ്റെ ആണോ വിഷയം വേണ്ടിയിട്ടാ? അല്ലേ അത് ക്രിസ്മസിനുള്ളൂ. അതുകൊണ്ടൊന്ന് എല്ലാവരും ഇവിടെ വന്നേക്ക്. കണ്ടേ കണ്ടേ എന്നാ എല്ലാവരും കൂടി ക്യാമറ മതി. അതേ പറഞ്ഞ കൺട്രോൾ ഞങ്ങളുടെ കാര്യം അങ്ങനെയല്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇന്നത് ഇന്നമാരെ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതാണ് നമ്മള് നമ്മളുടെ ഒരു തീരുമാനം. ഒരു 2 3 പറഞ്ഞ് തുടങ്ങിയാൽ അതങ്ങനെ തന്നെ. ഇല്ല, ഒരു
ടോപ്പിക് കഴിഞ്ഞു ടോപ്പിക്കല്ല ഇനി ടോപ്പിക് ഒരു പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്യണം ആ ചിക്കനൊക്കെ തിന്നിട്ട് വന്നെങ്ങനെ ടോപ്പിക്കാൻ തിന്നാ ചിക്കനൊക്കെ തിന്നാ